BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. റഷ്യയിലെ ബഹ്റൈൻ അംബാസഡർ അഹമ്മദ് അബ്ദുറഹ്മാൻ അസാദിയെ ആഭ്യന്തരമന്ത്രി ജനറൽ ഷെയ്ഖ് റാഷിദ് ബിൻ അബ്ദുള്ള അൽ ഖലീഫ സ്വീകരിച്ചു. റഷ്യയും ബഹ്റൈനും തമ്മിലുള്ള ബന്ധം ശക്തമാക്കുന്നതിനും വിവിധ മേഖലകളിൽ സഹകരണം വ്യാപിപ്പിക്കുന്നതിനും അംബാസഡർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ മന്ത്രി പ്രശംസിച്ചു. റഷ്യയിലുള്ള ബഹ്റൈനികൾക്ക് ആവശ്യമായ സേവനങ്ങൾ നൽകുന്നതിന് എംബസി നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടൽ മാതൃകാപരമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. റഷ്യയും ബഹ്റൈനും തമ്മിൽ സുരക്ഷാ രംഗത്ത് സഹകരണം സാധ്യമാക്കുന്നതിനുള്ള സാധ്യതകളും ചർച്ച ചെയ്തു. ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഈസ് അൽ ഖലീഫ ചൈനയിലെത്തി. ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങിന്റെ ക്ഷണമനുസരിച്ചാണ് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ചൈന സന്ദർശനം. അറബ് ചൈനീസ് സഹകരണ ഓപ്പൺ ഫോറത്തിലും ഹമദ് രാജാവ് പങ്കെടുക്കും. രാജാവിനെ ചൈനീസ് വിദ്യാഭ്യാസ മന്ത്രി ഹുവായ് ജിൻപിങ് സ്വീകരിച്ചു. ചൈനയിലെ ബഹ്റൈൻ അംബാസഡർ ഡോക്ടർ മുഹമ്മദ് ഗസാൻ അദ്നാൻ ഷെയ്ഖോ, ബഹ്റൈനിലെ ചൈനീസ് അംബാസഡർ നിരുജി, ഹോങ്കോങ്ങിലെ ബഹ്റൈൻ കോൺസൽ ഓസ്കാർ ചൌ തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. 1989 ഔദ്യോഗികമായി ചൈനയുമായി ബഹ്റൈൻ നയതന്ത്ര ബന്ധം സ്ഥാപിച്ചത്. 35 വർഷമായി തുടരുന്ന നയതന്ത്ര ബന്ധത്തിന് പുതിയ മാനങ്ങൾ നൽകാൻ ഹമദ് രാജാവിന്റെ സന്ദർശനം വഴിയൊരുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പലസ്തീൻ പ്രശ്നം അന്താരാഷ്ട്ര തലത്തിൽ വളരെയേറെ ശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുന്ന സമയത്തുള്ള സന്ദർശനത്തിന് ഏറെ പ്രാധാന്യമുണ്ട്. പുകയില നിയന്ത്രണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലെ മുന്നേറ്റത്തിന് ഹുസൈൻ അൽ റയീസിന് ലോകാരോഗ്യ സംഘടനയുടെ അവാർഡ് ലഭിച്ചതായി ആരോഗ്യമന്ത്രി ഡോക്ടർ ജലീല ബിൻ അസൈദ് ജവാദ് ഹസൻ അറിയിച്ചു. ആരോഗ്യ മന്ത്രാലയത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ഷൻ ഹെഡായ ഇദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളാണ് അവാർഡിന് അർഹമാക്കിയത്. ലോക പുകയില വിരുദ്ധ ദിനത്തോടനുബന്ധിച്ചാണ് അവാർഡ് പ്രഖ്യാപിച്ചത്. ഹുസൈൻ അൽ റയീസിന് ആരോഗ്യമന്ത്രി പ്രത്യേകം ആശംസകൾ നേരുകയും ചെയ്തു. പത്തനംതിട്ട ജില്ലാ പ്രവാസി അസോസിയേഷൻ സംഘടിപ്പിച്ച 4ാമത് രക്തദാന ക്യാമ്പ് സൽമാനിയ ഹോസ്പിറ്റൽ ബ്ലഡ് ബാങ്കിൽ നടന്നു. 100-ലധികം ആളുകൾ ക്യാമ്പിൽ പങ്കെടുത്ത് രക്തം നൽകി. ക്യാമ്പിന് കൺവീനർ റോബിൻ ജോർജ, ബിജോ തോമസ്, വിഷ്ണു വി ജയേഷ് കുറുപ്പ്, വർഗീസ് മോഡിയിൽ, സക്കറിയ സാമുവൽ, സുഭാഷ് തോമസ്, ബോബി പുളിമൂട്ടിൽ, വിനീത് VP, അരുൺ പ്രസാദ്, രഞ്ജു ആർ നായർ, സുനു കുരുവിള, വിഷ്ണു പി സോമൻ, അനിൽകുമാർ, അജിത് കുമാർ, അജു ടി കോശി, ജേഴ്സൺ വർഗീസ്, അരുൺകുമാർ, ശ്യാമസ് പിള്ള, ജേക്കബ് കോന്നക്കൽ, റെജി ജോർജ് കൂടാതെ അസോസിയേഷൻ ലേഡീസ് വിംഗ് പ്രതിനിധികളായ ഷീലു വർഗീസ്, സിജി തോമസ്, ദയാശ്യാം, രേഷ്മ, ലിബി ജെയ്സൺ എന്നിവർ നേതൃത്വം നൽകി. ബഹ്റൈനിലെ ഇടതുപക്ഷ പുരോഗമന കൂട്ടായ്മയായ ഒന്നാണ് കേരളം ഒന്നാമതാണ് കേരളം CPI നേതാവും മുൻ നാദാപുരം MLAയുമായ സത്യൻ മൊകേരിക്ക് പ്രതിഭ ഓഫീസിൽ സ്വീകരണം നൽകി. ബഹ്റൈൻ ഇടതുപക്ഷ കൂട്ടായ്മ കൺവീനർ സുബൈർ കണ്ണൂർ, പ്രതിഭ മുഖ്യ രക്ഷാധികാരി ശ്രീജിത്ത് എന്നിവർ ബൊക്കെ നൽകി സ്വീകരിച്ചു. പ്രതിഭയുടെ മുതിർന്ന നേതാക്കളായ CV നാരായണൻ, വീരമണി, ബിജോഷ് മുറുഴ, ബഹ്റൈൻ നവകേരള നേതാക്കളായ ഷാജി മുതല, സുഹൈൽ, ബഹ്റൈൻ ONCB പ്രസിഡന്റ് FM ഫൈസൽ, ബഹ്റൈൻ ILL നേതാവ് കാസിം അലമൽ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 33ാമത് രക്തസാക്ഷിത്വ ദിനത്തോടനുബന്ധിച്ച് ബഹ്റൈൻ OICC കോഴിക്കോട് ജില്ലാ കമ്മിറ്റി കിങ് ഹമദ് ഹോസ്പിറ്റൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. 100-ൽ പരം രക്തദാതാക്കൾ പങ്കെടുത്ത ക്യാമ്പ് കേരളീയ സമാജം ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കൽ ഉദ്ഘാടനം ചെയ്തു. OICC കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ജാലിസ് KK, ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീജിത്ത് പാനായി, ക്യാമ്പ് കൺവീനർ വാജിദ് M എന്നിവർ നേതൃത്വം നൽകിയ ക്യാമ്പിൽ ദേശീയ പ്രസിഡന്റ് ഗഫൂർ ഉണ്ണിക്കുളം, ഗ്ലോബൽ കമ്മിറ്റി അംഗം ബിനു കുന്നന്താനം എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. ദേശീയ ഭാരവാഹികളായ ഷമീം KC, ഗിരീഷ് കാളിയത്ത്, സുമേഷ് ആനേരി, ജവാദ് വക്കം, സിൻസൺ ചാക്കോ പുലിക്കോട്ടിൽ, രജിത്ത് മൊട്ടപ്പാറ, രഞ്ജൻ കേച്ചേരി, IYC ഇന്റർനാഷണൽ ചെയർമാൻ നിസാർ കുന്നംകുളത്തിൽ, വനിതാ വിംഗ് വൈസ് പ്രസിഡന്റ് സൂര്യ രജിത്ത്, വിവിധ ജില്ലാ കമ്മിറ്റി നേതാക്കളായ റംഷാദ ഇലക്കാട്, സിജു പുന്നവേലി, ബൈജു ചിന്നിത്തല, ഷിബു ബഷീർ, നിജിൽ രമേശ്, ജില്ലാ കമ്മിറ്റി ഭാരവാഹികളായ ഷാജി PM, പ്രബിൽദാസ്, കുഞ്ഞമ്മദ് KP, സുബിനാസ് കിട്ടു, അസീസ് TP മുതലായവർ പങ്കെടുത്തു. വള്ളംകളി പ്രേമികൾ കാത്തിരിക്കുന്ന 70ാമത് നെഹ്റു ട്രോഫി ജലമേള ഓഗസ്റ്റ് 10-ാം തീയതി നെഹ്റു ട്രോഫി ബോട്ട് റേസ് സൊസൈറ്റി എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലാണ് തീരുമാനം. വെള്ളപ്പൊക്കവും കോവിഡ് നിമിത്തം ട്രാക്ക് തെറ്റിയ വള്ളംകളി കഴിഞ്ഞ വർഷം മുതലാണ് ഓഗസ്റ്റ് 2-ാം ശനിയാഴ്ച എന്ന പതിവ് രീതിയിലേക്ക് തിരിച്ചെത്തിയത്. 2002-ൽ കുമരകം ബോട്ട് ദുരന്തമുണ്ടായപ്പോഴാണ് വള്ളംകളിയുടെ ചരിത്രത്തിൽ ആദ്യമായി തീയതിയിൽ മാറ്റമുണ്ടായത്. ആ വർഷം സെപ്റ്റംബർ 13-നായിരുന്നു വള്ളംകളി. പിന്നീട് വർഷങ്ങളോളം മാറ്റമില്ലാതിരുന്ന മത്സരത്തിന്റെ തീയതിയും മാസവും മാറിയത് പ്രളയമുണ്ടായ 2018-ലാണ്.
പ്രളയത്തെ അതിജീവിച്ചെത്തിയ ആ വർഷം നവംബറിലായിരുന്നു മത്സരം. 2019 വെള്ളപ്പൊക്കം മത്സരക്രമം മാറ്റിമറിച്ചു. അന്ന് ഓഗസ്റ്റ് 12 നിശ്ചയിച്ചിരുന്ന ജലോത്സവം ഓഗസ്റ്റ് 31 നടത്തിയത്. കോവിഡ് കാരണം 2020-21 വർഷങ്ങളിൽ ഉപേക്ഷിച്ചു. 2023 വിയ്യപുരം ചുണ്ടനാണ് ജലരാജാവായത്. കഴിഞ്ഞ വർഷം 2.87 കോടിയുടെ വരുമാനമാണ് സൊസൈറ്റി നേടിയത്. 3.28 ലക്ഷമാണ് മിച്ചം. ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് അധ്യക്ഷത വഹിച്ചു. VP ചിത്തരഞ്ജൻ MLA പങ്കെടുത്തു. അവയവ കച്ചവടവുമായി ബന്ധപ്പെട്ട് അവയവം ദാനം ചെയ്ത ഏതാനും പേരെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. അനധികൃതമായി അവയവം ദാനം ചെയ്തതിന് ഇവർക്കെതിരെ കേസെടുക്കുന്നതിന് മുൻപ് അവയവം നഷ്ടമായിട്ടുണ്ടെന്ന് സ്ഥിരീകരിക്കാൻ വൈദ്യപരിശോധനകൾക്ക് വിധേയമാക്കേണ്ടതുണ്ട്. ഇതര സംസ്ഥാനക്കാരായ 4 പേരുടെ മൊഴിയാണ് രേഖപ്പെടുത്തിയത്. ഇറാനിൽ നിന്ന് നേരിട്ടാണ് തങ്ങളെ പലപ്പോഴും വിളിച്ചതെന്നും ഇവർ മൊഴി നൽകി. കൊച്ചി സ്വദേശിയായ മധുവും തൃശൂർ സ്വദേശി സാബിത്തുമാണ് ഇറാനിൽ നിന്ന് ദാതാക്കളെ വിളിച്ചിട്ടുള്ളത്. സജിത് ശ്യാം എന്നയാൾ ഇവരുടെ അക്കൗണ്ടുകളിലേക്ക് പണം കൈമാറിയതും ഇറാനിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഒരു വിഭാഗം ഇപ്പോൾ ഹൈദരാബാദിലാണ്. സാബിത്തിന്റെയും സജിത്തിന്റെയും മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇടനിലക്കാരെ പ്രവർത്തിച്ച 3 പേരെ പിടികൂടുന്നതിനാണ് ഇവർ ഹൈദരാബാദിലെത്തിയത്. അവയവദാനവുമായി ബന്ധപ്പെട്ട സംശയനിഴലിലായിരുന്ന സ്ത്രീക്ക് ഇതുമായി ബന്ധമില്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവർ ഇൻഷുറൻസ് ആവശ്യത്തിനാണ് പലരുമായി ബന്ധപ്പെട്ടത്. ഈ റാക്കറ്റുമായി ബന്ധമുള്ള ഒരാളുടെ ബന്ധുവാണ് സ്ത്രീ. സാബിത്ത് 2019 മുതൽ ഇറാനിലാണ്. ഇന്റർനെറ്റ് വഴിയാണ് സംഘം അവയവദാതാക്കളെ കണ്ടെത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട മധുവും സാബിത്തും ഇറാനിൽ ഉപയോഗിച്ചിരുന്ന ഫോണുകൾ കണ്ടെത്തി പരിശോധിക്കേണ്ടതുണ്ട്. അറസ്റ്റിലായ പ്രതികളെ ദേശീയ അന്വേഷണ ഏജൻസി ഇതുവരെ നേരിട്ടെത്തി ചോദ്യം ചെയ്തിട്ടില്ല. എന്നാൽ പോലീസിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു. ഇറാൻ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം പ്രധാനമായതിനാൽ NIA തന്നെ അന്വേഷണം ഏറ്റെടുക്കാനാണ് സാധ്യത. സംസ്ഥാനത്തെ 49 തദ്ദേശ വാർഡുകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് വരുന്നു. വയനാട് ഒഴികെ 13 ജില്ലകളിലും ഉപതെരഞ്ഞെടുപ്പ് നടക്കും. 1 ജില്ലാ പഞ്ചായത്ത് വാർഡ്, 5 ബ്ലോക്ക് പഞ്ചായത്ത് വാർഡ്, 6 മുനിസിപ്പാലിറ്റി വാർഡ്, 37 ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടത്തുക. ഇവയുൾപ്പെടെ സംസ്ഥാനത്തെ മുഴുവൻ തദ്ദേശ വാർഡുകളിലെയും വോട്ടർ പട്ടിക പുതുക്കാനുള്ള കരട് പട്ടിക ജൂൺ 6-നും അന്തിമ വോട്ടർ പട്ടിക ജൂലൈ 1-നും പ്രസിദ്ധീകരിക്കും. ജൂൺ 6 മുതൽ 21 വരെ വോട്ടർ പട്ടികയിൽ പുതുതായി പേര് ചേർക്കാം. ഒപ്പം നിലവിലെ പട്ടികയിൽ മാറ്റം വരുത്താനും ഒഴിവാക്കാനും അവസരമുണ്ട്. പുതിയ മാഹി ബൈപ്പാസ് സിഗ്നൽ കവലയിൽ തുടർച്ചയായുണ്ടാകുന്ന വാഹനാപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ 4 മാസത്തേക്ക് വാഹന ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി. ജൂൺ 1 മുതൽ രാത്രി 10-നും രാവിലെ 6-നും ഇടയിലുള്ള ഈസ്റ്റ് പള്ളൂർ സിഗ്നൽ, മറ്റ് റോഡുകളിൽ നിന്ന് ഹൈവേയിലേക്കുള്ള വാഹനങ്ങളുടെ പ്രവേശനമാണ് നിരോധിച്ചത്. സ്കൂൾ വാഹനങ്ങൾ, വിദ്യാർത്ഥികളുമായി പോകുന്ന മറ്റ് വാഹനങ്ങൾ എന്നിവ ബൈപ്പാസ് ഹൈവേയിൽ പ്രവേശിക്കരുത്. ഈ വാഹനങ്ങൾ സർവീസ് റോഡുകൾ വഴി മറ്റ് റോഡുകളിൽ എത്തണമെന്ന് റീജിയണൽ അഡ്മിനിസ്ട്രേറ്റർ അറിയിച്ചു. മാഹി ഗവൺമെന്റ് ഹൌസിൽ മാഹി MLA രമേശ് പറപ്പത്തിന്റെ സാന്നിധ്യത്തിൽ റീജിയണൽ അഡ്മിനിസ്ട്രേറ്റർ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിലാണ് തീരുമാനം. സംസ്ഥാന വ്യാപകമായി ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന വിലയിരുത്തലിൽ മഴ മുന്നറിയിപ്പുകളിൽ കാലാവസ്ഥാ വകുപ്പ് മാറ്റം വരുത്തി. ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിൽ തീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. മറ്റ് 11 ജില്ലകളിൽ യെല്ലോ അലർട്ട്. വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് രാവിലെ വരെ കാര്യമായ മഴ മുന്നറിയിപ്പുകളില്ല. എന്നാൽ ഈ ജില്ലകളിലും യെല്ലോ അലർട്ട് പരിധിയിലായി. തെക്കുപടിഞ്ഞാറൻ കാലവർഷം കേരളത്തിലെത്തിയതായി കാലാവസ്ഥാ വകുപ്പ് സ്ഥിരീകരിച്ചു. കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചതിന് ഒരു ദിവസം മുൻപെയാണ് കാലവർഷത്തിന്റെ വരവ്. ഇത്തവണ മെയ് 31-ന് കാലവർഷം എത്തുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് നേരത്തെ അറിയിച്ചിരുന്നത്. 2022 മെയ് 29-ന് കാലവർഷം എത്തിയിരുന്നു. കഴിഞ്ഞ 3 ആഴ്ചയായി കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മഴ ലഭിച്ചിരുന്നു. കൊച്ചിയും തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള നഗരങ്ങളിലും പരിസര പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് ശക്തമായി. എന്നാൽ പടിഞ്ഞാറൻ കാറ്റിന്റെ ശക്തി, മഴയുടെ കണക്ക്, ചൂടിന്റെ വികിരണത്തോത് തുടങ്ങിയ മാനദണ്ഡങ്ങൾ കൈവരിക്കാത്തതിനാൽ കാലവർഷം എത്തിയെന്ന പ്രഖ്യാപനം കാലാവസ്ഥാ വകുപ്പ് നീട്ടിക്കൊണ്ടുപോയിരുന്നു. വേനൽക്കാലത്ത് കേരളത്തിൽ പെയ്തത് 40% അധിക മഴയാണെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് iMac കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.